ഹലോ, നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. ആദ്യം ഒരു കപ്പ് പരിപ്പ് നമ്മൾ കേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ നീരാവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ല പോലെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. ആ പാനിലേക്ക് ഒരു ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക, 2 എണ്ണം. ഇനി അതിലേക്ക് ഒരു 5 ചെറിയുള്ളി, അതുപോലെ തന്നെ 5 വെളുത്തുള്ളിയും കൂടിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇനി ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി വരണം കേട്ടോ. കുറുകി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് എരിഞ്ഞതും അതുപോലെ തന്നെ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.